ഒരു 30-35 വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സാവധാനം ഗ്രാജ്വലി സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മളത് അറിയുക കൂടിയില്ല. നല്ല വെളിച്ചമുള്ള സമയത്ത് നമ്മുടെ മുഖം കണ്ണാടിയിൽ വളരെ വ്യക്തമായി കാണുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി ആ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. എന്തൊക്കെയോ എവിടേക്കോ മാറിയിരിക്കുന്നു. പതിയെ ആ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി കനോട്ട് പ്രിവെൻറ്റ് ഏജിങ് ബട്ട് വി ക്യാൻ ഡിലേ ഏജിങ്. പ്രായമാകുന്നതിനെ നമുക്ക് തടയാനൊന്നും കഴിയില്ല, പക്ഷേ അതിനെ ഡിലേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കും കൂടി ഒന്ന് കൊടുത്തേക്കാം, അതിനും കൂടെ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 35കൾക്ക് ശേഷം ചെറിയ ചെറിയ ഏജിങ് സൈൻസ് നമ്മുടെ മുഖത്ത് കാണിച്ചു തുടങ്ങും. കണ്ണിൻ്റെ ഇരുവശങ്ങളുമായിട്ട്, അതായത് ഈ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ചുളിവുകൾ രൂപപ്പെടും. ഇതിനെ ക്രോസ് ഫീറ്റ് എന്നാണ് പറയുന്നത്. വളരെ നേർത്തതായി കാണപ്പെടുന്ന ഈ ചുളിവുകൾ 40-ന് ശേഷം ഡീപ്പ് റിങ്കിൾസ് ആയി മാറിയേക്കാം. അതുപോലെ തന്നെ നെറ്റിയിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുന്നിടത്ത് ചെറിയ ലൈൻസ് രൂപപ്പെടാൻ തുടങ്ങും, അതായത് ഈ ഭാഗങ്ങളിൽ. അത് നമ്മൾ ചിരിച്ചാലോ അതിശയിച്ചാലോ ആ ഹൊറിസോണ്ടൽ ലൈൻസ് ചെറുതായിട്ട് കാണാൻ സാധിക്കും. ഈ ഫൈൻ ലൈൻസ് ഒക്കെ ക്രമേണ റിങ്കിൾസ് ആയി രൂപപ്പെടുകയും ചെയ്യും. അതുപോലെ ചുണ്ടുകൾക്ക് ഇരുവശമായി കാണപ്പെടുന്ന സ്മൈൽ ലൈൻസ്, കണ്ണുകൾക്ക് താഴെയായി കാണപ്പെടുന്ന ഫൈൻ ലൈൻസ്, കണ്ണ് ക്രമാതീതമായി കൊഴിയുക, പഫ്നെസ്, കഴുത്തിൽ കാണുന്ന ചെറിയ ലൈൻസ്, ഫേസ് ഡള്ളായി തുടങ്ങുക, ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ വരിക. 35-ൽ നിന്ന് 40-ലേക്ക് അടുക്കും തോറും പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കോളേജ് കാലഘട്ടത്തിലൊക്കെ മൊബൈൽ ഫോൺ ഒരുപാട് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും പെട്ടെന്നുണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു 30-നും 35-കൾക്കും ഒക്കെ ശേഷം നമ്മൾ മൊബൈൽ ഫോൺ ഒരു 2 മണിക്കൂറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മളുടെ കണ്ണിനടിയിൽ നല്ല രീതിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകുകയും കണ്ണ് വളരെ കുഴിഞ്ഞതായിട്ടും ക്ഷീണിച്ചതായിട്ടൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുന്നത്? കൊളാജിൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ഏജിങ് സൈൻസ് രൂപപ്പെടാൻ കാരണമാകും. അതുപോലെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജോ ലൈൻസ്, ചീക്സ്, അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള സാഗിങ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഹൈലറോണിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കിൻ വളരെ ഡ്രൈയിങ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്നും എസൻസ് യൂസ് ചെയ്യണമെന്നും ഹൈഡ്രേറ്റിംഗ് സിറംസ് യൂസ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ചെറിയ പ്രായത്തിൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ വെയിലേറ്റ് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നു, ഡാർക്ക് സ്പോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായി കാണാം. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയാലും അതല്ല വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കൂടിയും പകൽ സമയങ്ങളിൽ ഒരു SPF 50 ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓരോ ദിവസം മുൻപോട്ട് പോകുന്തോറും നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ യങ്ങായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം ഏജിങ് സൈൻസിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് പ്രായത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒരു ആൻറ്റി ഏജിങ് കൊളാജിൻ ഫേസ് പാക്കാണിത്. നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഫേസ് പാക്കാണിത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഫ്ലാക്സീഡാണ്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ലിഗ്നൻസ്, വൈറ്റമിൻ ഇ, ഇതുകൊണ്ടൊക്കെ സമ്പുഷ്ടമാണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ്സും ഡൾനെസ്സും ഒരു പ്രധാന പ്രശ്നമാണ്. അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഫ്ലാക്സീഡിന് സാധിക്കും. ഈ ലിഗ്നൻസ്, ആൻറ്റി ഓക്സിഡൻസുകൾ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിനെയൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഇലാസ്റ്റിസിറ്റി നിലനിർത്തി കഴുത്തിലും താടിയിലുമൊക്കെ ഉണ്ടാകുന്ന സാഗിങ്ങിനെ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഇതിനെയൊക്കെ റിഡ്യൂസ് ചെയ്ത് സ്കിൻ നല്ല ഫേം ആക്കി നിലനിർത്താനായിട്ടും സഹായിക്കുന്നു. സോ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഫ്ലാക്സീഡാണ്. ഇനി രണ്ടാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബദാമാണ്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബദാം എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻ ഇ, omega-3 ഫാറ്റി ആസിഡ്, സിങ്ക്, ബയോട്ടിൻ, അങ്ങനെ ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. ഇത് നല്ലൊരു യൂത്ത്ഫുൾനെസ് നിലനിർത്താനും നമ്മുടെ സ്കിന്ന് നല്ല റേഡിയൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടു പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബദാമിലെ വൈറ്റമിൻ ഇ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഇതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യുവാനും കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ്, പഫ്നെസ് ഇതൊക്കെ കുറയുവാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
സോ എല്ലാം കൊണ്ടും ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബദാം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമുക്കറിയാം സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ ഫൈബർ ബ്രേക്ക് ഡൗൺസ് തടയുകയും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഫൈൻ ലൈൻസിനെ റിങ്കിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത് ഇലാസ്റ്റിസിറ്റിയും കൊളാജിൻ പ്രൊഡക്ഷനും വർദ്ധിപ്പിക്കുകയും ഒലിവ് ഓയിൽ അടങ്ങിയിരിക്കുന്ന സ്ക്വാലൻസ് എന്ന ഘടകം നമ്മുടെ സ്കിന്നിലെ സാഗിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്കിലെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഇനി നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമെക്റ്റൻ്റ് ആണ്. സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ തരാനും സോഫ്റ്റ്നെസ്സും യൂത്ത്ഫുൾനെസ്സും ഒക്കെ നിലനിർത്താനായിട്ടും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. മോയ്സ്ചർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനായിട്ട് ഈ ഗ്ലിസറിൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നിങ്ങളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. ഒരു ചെറിയ ബൗൾ മതിയാവും. ഇത്രയുള്ളൊരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്യുക. അതിനുശേഷം പീൽ ചെയ്യാത്ത 5 ബദാം അതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു ഹോൾ നൈറ്റ് നിങ്ങളത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഇത് രണ്ടും കൂടെ ഇതപ്പം ഒരു ജെൽ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും ആ വെള്ളമൊക്കെ. അപ്പം നമുക്കതിനെ ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ലതുപോലെ അരയണം. ഒരു തരി പോലും ഇല്ലാത്ത വിധം വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടിവ 4ഉം കൂടെ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത ക്ലെൻസ് ചെയ്ത ഫേസിൽ ഈ ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഫൈൻ ലൈൻസോ റിങ്കിൾസോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിൻ നല്ല ഫേം ആക്കി വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾക്കൊരു 3 ഡേയ്സ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കൊളാജിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സ്കിൻ നല്ല പ്ലംബിയാക്കി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ലൊരു ഫേസ് പാക്കാണിത്. നമ്മുടെ സ്കിന്ന് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുത്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ആൻറ്റി ഏജിങ്ങിനായിട്ട് ഹോം റെമഡീസ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വൈറ്റമിൻ എ, ഇ, സി എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മീന്, ഇറച്ചി, മുട്ട, കടല, പരിപ്പ്, പനീർ, അതേപോലെ തന്നെ ഇലക്കറികൾ, മുരിങ്ങയില, ചീര ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഒരു 25 കിലോ ഉള്ള ആൾ 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസവും നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് നിങ്ങളുടെ വെയിറ്റ് കണക്കാക്കിയുള്ള തരത്തിൽ വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറങ്ങാനും ശ്രമിക്കുക. ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം ആവശ്യമാണ്. ഉറക്കമില്ലായ്മ നമുക്ക് ഏജിങ്ങിന് ഒരു കാരണമാകും. ഒരുപാട് ഹോർമോണൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഈ 30s എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിലും ഒക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സ്, ടെൻഷൻ ഇതൊന്നും അധികം എടുക്കാതിരിക്കുക. ജീവിതം കുറേയൊക്കെ സമാധാനപൂർവ്വമായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും വിധം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ഈ ഫേസ് പാക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.